ഗായ്സ്, അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഒരു സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ്, ചിക്കൻ സമൂസ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ച് നമുക്ക് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കൂട്ടണ്ടേ, അപ്പോൾ എന്തുണ്ടാക്കും എന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോൾ എപ്പോൾ പഴംപൊരി ഉണ്ടാക്കുക, അപ്പോൾ ഇന്ന് സമൂസ ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനതാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, ഇതായത് 2-3 കഷ്ണം ചിക്കൻ ഞാൻ ലേശം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഒരു തുള്ളി വെള്ളത്തിൽ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഉള്ളിയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്താണ് കേട്ടോ വെച്ചത്. അപ്പോൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോയി, അതുകൊണ്ട് നമ്മൾ കുക്കർ അടുപ്പത്താട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നാളെ വേണം വണ്ടി വരാൻ, അപ്പോൾ നിറക്കാൻ. അപ്പോൾ തൽക്കാലം നമ്മൾ വേഗം ഞാൻ വേഗം അടുപ്പ് കത്തിച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലേക്ക് കരി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടി മാത്രമല്ലേ കരിയാവുള്ളൂ. അപ്പോൾ അത് വിസിൽ വരട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, എൻ്റെ കണ്ണിന്ന് കുടുകൂടാ വെള്ളം വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇന്നാലും ചീത്ത നിൽക്കുന്നുണ്ടാവും. അല്ല ഗൈസ്, ഉള്ളി അരിഞ്ഞു കൊടുക്കുക കേട്ടോ. എൻ്റെ ഉള്ളി അടുത്ത് കൂടെ പോയാൽ പിന്നെ കണ്ണിന്ന് വെള്ളം വന്നിട്ട് രക്ഷയില്ല, കണ്ണ് പോലും കാണൂല. അതിപ്പോൾ ഞാൻ അറിയണമെന്നില്ല, ആരരിഞ്ഞാലും മതി എൻ്റെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്നു കൊടുക്കും, പിന്നെ കണ്ണ് കാണാണ്ട് വരും. ഗൈസ്, ഞാൻ ഇത് അരിഞ്ഞ് ഫുള്ളൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാ നമ്മൾ ഇതിനുള്ളത് മസാലക്കുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് 2.5 ഉള്ളിയും 2 പച്ചമുളകും ഒരു 3 കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടിട്ടുള്ളത്. ഇനി ഒരുമിച്ച് നിന്നിട്ട് വാട്ടാൻ വേണ്ടി സെപ്പറേറ്റ് ആക്കേണ്ട വെച്ചിട്ട് ഒക്കെ കൂടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വാട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഞാൻ ലേശം ഉപ്പൊക്കെ ഇട്ടിട്ട് വാട്ടാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടാൽ വേഗം വാടിക്കിട്ടും, അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വാടാൻ വെക്കാം. എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി, അങ്ങനെ വാടിക്കുള്ളൂ. അപ്പോൾ അത് വാടിയിട്ട് അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഒന്ന് പിച്ചിടട്ടെ. മസാല അത് ഏകദേശം വാടി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗമായി, കുറച്ചും കൂടി ഒന്ന് വാടണം പൊടികൾ ഇടണമെങ്കിൽ. പിന്നെ അതാ ചിക്കൻ ഞാൻ വേവിച്ചിട്ട് ഇവിടെ നുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇടുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇതിനകത്ത് ഇടുന്നുള്ളൂ. വേറെ മസാലകളൊന്നും ഞാൻ ഇടലില്ല. ഇത് മാത്രം ഇട്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ സമൂസക്ക്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി വാടിയിട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കാം. ഒന്നും കൂടി ആവട്ടെ കേട്ടോ. മസാല പിന്നെ പൊടികളും ചിക്കനൊക്കെ ഇട്ടിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മസാല അവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇറക്കിയിട്ട് നമുക്കിതിനെ പരത്തി എടുത്ത് കൊണ്ടുവന്ന് പൊരിക്കാം കേട്ടോ. ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. മണമൊക്കെ വരുന്നുണ്ട്. ലേശം നാക്കിലാക്കി ഉപ്പ് നോക്കിയപ്പോൾ സൂപ്പർ ടേസ്റ്റൊക്കെയാണ്. ഇനിയിപ്പോൾ പൊരിച്ച് കഴിഞ്ഞാൽ അറിയാം എന്താ അവസ്ഥ. അപ്പോൾ ഞാൻ ഇറക്കി വെക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ സമൂസക്ക് മാവ് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സമൂസ ഷീറ്റില്ല, അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി മാവ് ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പരത്തലും മസാല നിറക്കലും പിന്നെ വീഡിയോ എടുക്കലും കൂടി ഒരുമിച്ച് കിടക്കാത്തതുകൊണ്ട് ഞാനത് ഫില്ല് ചെയ്തിട്ട് ഫുള്ള് പൊരിക്കാൻ പാകത്തിനാക്കിയിട്ട് വരാം കേട്ടോ. ബൈ. സമൂസയൊക്കെ അതാ പരത്തി സെറ്റ് ചെയ്ത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് എണ്ണ വെച്ചിട്ടുണ്ട്, അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. വന്നതാ ഉമ്മിക്ക് വാങ്ങി വന്നയാണോ? അല്ലേ കാക്ക എടുത്തേക്കാൻ കഴിഞ്ഞോ? ഇതാ ഗൈസ്, ഫ്രീക്കനൊക്കെ ഉണ്ടോ? ഓൻ തെണ്ടാൻ പോയി വന്നതാട്ടോ. ലുക്കൻ ഫ്രീക്കൻ, ഉമ്മീന്റെ ലുക്കൻ ഫ്രീക്കനൊക്കെ ഉണ്ടോ ഗൈസ്? എന്റെ ഫ്രീക്ക് മോനാണിത്. ഉമ്മിക്ക് ഒരു അവതാ കിട്ടിയില്ല അവ തന്നെ. പൊട്ടിക്കണ ഗൈസ്. ഓന് തറവാട്ടിൽ ഉമ്മാൻ്റെ കൂടെ തറവാട്ടിൽ പോയി വന്നേട്ടോ. ഓൻ്റെ ഔട്ട്ഫിറ്റ് ഓൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയട്ടോ. സുന്ദര DQന്റെ വെയ്യനൊക്കെ ഇട്ടിട്ടാ നിൽക്കുന്നത്. പൊട്ടിച്ചേരണോ? തിന്നോട്ടോ. അയ്യോ ഗായ്സ്, ഓനെ നോക്കിയിരുന്ന എൻ്റെ സമൂസ കരിഞ്ഞു പോയി തോന്നുന്നു.
ഇല്ല കേട്ടോ, ഇല്ല കഴിഞ്ഞിട്ടില്ല, ലേശം ഒന്ന് ചോർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് കരിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതായത് ഇത് നമ്മൾ ഇനി ഈ പാൻ കണ്ടിട്ട് ആരും കമൻറ്റുമായിട്ട് വരണ്ട. ഇത് ഇങ്ങനെ പൊരിച്ചിടുന്ന കടികൾ ഇടാൻ വേണ്ടി മാത്രമുള്ള പാനാണ് കേട്ടോ. പൊരിക്കുമ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി നേരെ പ്ലേറ്റിലോട്ട് ഇടാണ്ട് ഇട്ട് എണ്ണ പോകാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാനാണ്. ബാക്കി കൂടി പൊരിച്ചെടുക്കാം. കുഞ്ഞിനപ്പ് വേണോ? എൻ്റെ അപ്പ് വേണോ? ഉമ്മി പൊടിക്കുന്ന അപ്പു വേണോ? അപ്പ ഉണ്ട് അമ്മയ്ക്ക്. ഏടെ അമ്മീനെ കൂട്ടാണ്ട് പോയേ? ഏടെ അമ്മീനെ കൂട്ടാണ്ട് പോയേ? ഏടെ? ഉപ്പാപ്പനെ കാണാൻ പോയോ? കണ്ടോ ഉപ്പാപ്പനെ? ഇത്താത്തമാരെ കണ്ടോ? ആരെ? ഉമ്മമാനെ കണ്ടോ? ഏതുമ്മാമ? മാമനെ കണ്ടോ? മുമ്പ് ഉമ്മയ്ക്ക് ഇട്ടകൊണ്ടെന്നില്ലല്ലോ മോന്. ഇട്ടകൊണ്ടെന്നില്ലല്ലോ. ഉമ്മ ഉണ്ടെന്നോ? എന്നാ പോയി വാങ്ങിട്ട് ഉമ്മയ്ക്ക് വേണം വരും. ഇപ്പൊ ഗായ്സ് ഇതാ നമ്മളെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട്. റെഡിയായി ഞാൻ ഇതാ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാടിയും മറിച്ചില്ലേ? സാരില്ല കേട്ടോ, ഞാൻ തുടച്ചോളാം. ഇതാ സമൂസയും കാര്യങ്ങളൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മമ്മയും അതിനും തറവാട്ടിൽ പോയിട്ട് വന്ന് പിന്നെ പെങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതൊക്കെ കൂട്ടി ചായയൊക്കെ പിടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.